എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ 5 എൽഡേഴ്സിനെ ആയിരിക്കും കാണിക്കുക. അവർക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം അവരെല്ലാവരും ചേർന്ന് 2 വാർലോഡ്സിനെയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അവരുടെ ഗസ്സും എക്സ്പെക്ടേഷനും അതെല്ലാം തന്നെ ഒന്നൊന്നായിട്ട് പൊളിഞ്ഞടങ്ങി താഴെ വീണിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അത് അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല. മാത്രമല്ല ആ ഒരു സോ ഐലാൻഡ് അതിനെക്കുറിച്ച് ഇപ്പോൾ ആ നേവി ഓഫീസർ 5 എൽഡേഴ്സിന് റിപ്പോർട്ട് കൊടുക്കും. എൽഡേഴ്സിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ പിടികിട്ടും വാനോ കിങ്ഡം അത് അവർ ഓപ്പൺ ചെയ്തു വിടാനായിട്ട് തയ്യാറല്ല. അത് നല്ല രീതിയിൽ ക്ലോസ്ഡ് ആയിട്ട് തന്നെയാണ് ഇനിയും മുൻപോട്ടേക്ക് പോവുക. അതും അവർക്ക് കനത്തൊരു തിരിച്ചടി തന്നെയാണ്. കാരണം എങ്ങനെയെങ്കിലും ഹെവി സോൾജിയേഴ്സിനെ ഉപയോഗിച്ച് വാനോ കിങ്ഡം പിടിച്ചെടുക്കുക എന്നതായിരുന്നു ആ 5 എൽഡേഴ്സിന്റെ ലക്ഷ്യം. പക്ഷേ ആ ഒരു സോ ഐലാൻഡ് അതിപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഓർഡേഴ്സ് എല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 5 എൽഡേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നിക്കോ റോബിൻ അവളെ കണ്ടെത്താൻ കഴിഞ്ഞു ചോദിക്കും. അതിന് അവർ പറയും ഇല്ല. മാത്രമല്ല അവർ നിർദ്ദേശിച്ച അനുസരിച്ച് ലൂഫിയെ അവനെ കൊല്ലാനും കഴിഞ്ഞിട്ടില്ല. അവന്റെ ബോഡിയിലെ ആ 5th പവർ അത് അവേക്കനുമായി. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എൽഡേഴ്സിന്റെ ടെൻഷൻ അതങ്ങനെ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയാണ്. ഇപ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലൂടെ ഇപ്പൊ മറ്റാരോ ആ ലൈനിൽ കണക്ട് ആവുകയാണ്. അവനാണെങ്കിൽ ടെററായിട്ട് പറയും ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഫ്ലവർ ക്യാപിറ്റലിൽ അവരിപ്പോഴാണ് ശരിക്കും ആ ഫയർ ഫെസ്റ്റിവൽ അത് ആഘോഷിക്കുന്നത്. ദ ലിബർട്ടി ഫെസ്റ്റിവൽ. ടാട്ടവും പാട്ടവും കൊണ്ടാട്ടവും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. ഇവിടെ ഡ്രേക്ക് ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അപ്പൊ അവന്റെ തൊട്ടു മുൻപിൽ ആ കാർഡ് വില്ലൻ ബേസിൽ ഹോക്കിൻസ് അവനെ കണ്ട് ഡ്രേക്ക് ഷോക്കാവും. ബേസിലാണെങ്കിൽ ഡ്രേക്കിനോട് ചോദിക്കും സത്യം പറയും, നീ ഒരു നേവി സോൾജിയർ അല്ലേ? അതിന് ഡ്രേക്ക് ആണെങ്കിൽ അവനോട് ചോദിക്കും നീ ഇതറിയാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ അടുത്തേക്ക് വന്നേ? ഞാനിപ്പോ ഒട്ടും ഓക്കെ അല്ല, എനിക്കിപ്പോ റെസ്റ്റാണ് ആവശ്യം, തൽക്കാലം നീ എവിടേക്ക് മാറി നിൽക്കാനായിട്ട് പറയും. ആക്ച്വലി ബേസിൽ ഹോക്കിൻസ് അവനാണെങ്കിൽ കൈഡോയെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ അവൻ മരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഒരല്പ നാളുകൂടെ അവന്റെ ലൈഫ് സ്പാൻ അത് നീട്ടിക്കൊണ്ടുപോകാനാണ് അവൻ കൈഡോടൊപ്പം ചേർന്നത്. ഇപ്പൊ അവന്റെ ജീവൻ ഭിക്ഷ പോലെ അവന് തിരികെ കിട്ടിയിരിക്കുകയാണ്. ഒരു കൈയൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് പരുക്ക് പറ്റിയെങ്കിലും എന്റെ ജീവന് മാത്രം യാതൊരു കുഴപ്പമില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ യൂസ്റ്റസ് കിഡിനെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിച്ച് അവൻ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. എനിക്കിനി ജീവിക്കാൻ ബാക്കിയുള്ളത് ഒരേ ഒരു പെർസെൻറ്റേജ് മാത്രമാണെന്ന് പറഞ്ഞ് വായിലൂടെ ചോര തുളുമ്പി ബേസിൽ ഹോക്കിൻസ് അവനവിടെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത 7 ദിവസം നീണ്ട 7 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പൊ ലൂഫിയെയും സോറോയും കാണിക്കുകയാണ്. ചോപ്പറും ഡോക്ടേഴ്സ് ഒക്കെ ചേർന്ന് അവർക്ക് 2 പേർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഡോക്ടേഴ്സിനാണെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ ഒരുപാട് പേടി തോന്നും. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അവരിനി നോർമൽ ലൈഫിലേക്ക് വരില്ലേ? അതിന് ചോപ്പർ ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവർ 2 പേരും ഓക്കെയാണ്, എത്രയും വേഗം അവർ ആ നോർമൽ ലൈഫിലേക്ക് എത്തും. ഒരു 2 ദിവസം അവർക്ക് കൂർക്കം വലിച്ചുറങ്ങാനുള്ള സമയം അത് മാത്രം നമ്മൾ കൊടുത്താൽ മതി എന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് യമട്ടോ അവളാണെങ്കിൽ കിൻഡത്തിന്റെ ഒരു ടോപ്പ് പൊസിഷനിൽ പോയിരുന്ന് താഴേക്ക് നോക്കും. ജനങ്ങളെല്ലാവരും 20 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അത് ആഘോഷിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം അവർ മൃഷ്ടാനം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഹാപ്പി ആയിട്ട് അവർ സ്വാതന്ത്ര്യത്തോടുകൂടെ അവരുടെ ഐലാൻഡിൽ അങ്ങനെ വിഹരിക്കുകയാണ്. യമട്ടോയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കും. അതിനവളാണെങ്കിൽ വിളിച്ചു പറയും ഞാനൊരു സാമുറായി ആണ്, എനിക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ല. ഇവിടെ ഫ്ലവർ ക്യാപിറ്റലിലേക്ക് ഇപ്പൊ മൊമന്റോസ്കിയുടെ അസിസ്റ്റന്റ് ആള് കടന്നു വരും. ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ഡെക്കറേഷൻസ് അതൊന്നും അഴിച്ചു മാറ്റാനായിട്ട് പാടില്ല, അടുത്തൊരു ഫെസ്റ്റിവൽ അതിവിടെ നടക്കാൻ പോവുകയാണെന്ന് അസിസ്റ്റന്റ് പറയും. അത് കേൾക്കുമ്പോൾ ജനങ്ങൾക്കാണെങ്കിൽ വീണ്ടും ഒത്തിരി സന്തോഷം. സ്കൂളിലാണെങ്കിൽ ടീച്ചറുടെ അസിസ്റ്റൻസ് ആയിരുന്ന ആ ടീച്ചേഴ്സ് എല്ലാവരും അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. പുതിയ ടീച്ചർ അവർക്കിപ്പോ ഓടന്റെ മഹത്വത്തെ കുറിച്ച് ക്ലാസ് എടുക്കും. കുട്ടികളാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഓടൻ അവൻ ബാഡ് ആയിട്ടുള്ള ഒരാളല്ലേ, അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും കാലവും പഠിച്ചത്. അതിനാ പുതിയ മാസ്റ്റർ പറയും ഒരിക്കലും അല്ല, ഒറോച്ചിയാണ് ഏറ്റവും മോശപ്പെട്ട ഷോഗൺ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ആരംഭിക്കും. മറ്റൊരു ഭാഗത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് ഭക്ഷണവും വാട്ടറും കൊടുക്കുകയാണ്. അവരാണെങ്കിൽ മതി മറന്ന് ആവശ്യത്തിലും അധികമായിട്ട് അതെല്ലാം മേടിച്ച് കഴിക്കും. ജനങ്ങൾക്ക് എല്ലാവർക്കും ലൂഫിയോട് നന്ദി പറയണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നും. പക്ഷെ അതിൽ ചിലർ പറയും ലൂഫി ഇവിടെ ഇല്ല, അവൻ ഇവിടം വിട്ട് പോയി കഴിഞ്ഞു. കട്ട് ചെയ്ത കിന്നും കൗമഡ്സും അവരാണെങ്കിൽ ആ ടെമ്പിളിലേക്ക് വന്ന് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. കിന്നാണെങ്കിൽ തീർത്ത് പറയും ഓടിനു വേണ്ടി ഒരു ടെമ്പിള് അത് ഞാൻ കെട്ടും. അതിനുശേഷം മരിച്ചുപോയ അവരുടെ ഓരോരുത്തർക്കും വേണ്ടി ടെമ്പിൾ കെട്ടാൻ അവർ റെഡി ആവുകയാണ്. തവളക്കൂട്ടനാണെങ്കിൽ അവന്റെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ചെന്നായെ കണ്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അപ്പോഴായിരിക്കും മാൻഷനിൽ സോറോയും ലൂഫിയും അവർ 2 പേരും കണ്ണു തുറന്നുള്ള വാർത്ത എത്തുക. സുന്ദരിയാണെങ്കിൽ ചെറുപ്പത്തിലേതുപോലെ തന്നെ ഓടി വന്ന് അവളുടെ ബ്രദർ മൊമന്റോസ്കെ ആഞ്ഞു ചവിട്ടി ആ ഒരു കാര്യം പറയും. ഓ നോ, നിനക്കിപ്പോഴും ഇതിന് യാതൊരു മാറ്റവും ഇല്ലേ? ഇവിടെ കണ്ണു തുറന്ന സോറോ ആണെങ്കിൽ അവന്റെ വയറ് ടച്ച് ചെയ്ത് ഒച്ചത്തിൽ വിളിച്ചു പറയും എനിക്ക് എത്രയും വേഗം ഒരുപാട് ഡ്രിങ്ക്സ് വേണം. മറ്റൊരു ഭാഗത്ത് ലൂഫി അവൻ നിലവിളിക്കും എനിക്ക് ഒരുപാട് മീറ്റ് വേണം, എന്നെ കൊണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ
കൈഡോയെ എങ്ങനെ അടിച്ചോ അതുപോലെ തന്നെ ഭക്ഷണത്തോട് മല്ലിടുകയാണ്. ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവൻ നോൺ സ്റ്റോപ്പായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. അവൻ ഒട്ടും തന്നെ അതേസമയം സോറോ ആണെങ്കിൽ അവന്റെ 3 ഫേസസ് അത് ക്രിയേറ്റ് ചെയ്ത് ഒരു വായിലൂടെ ഡ്രിങ്ക്സ് അടിക്കും, മറ്റൊരു വായിലൂടെ മീറ്റ് കഴിച്ചുകൊണ്ടിരിക്കും, അടുത്ത വായിലൂടെ അവൻ ഫ്രൂട്ട്സും വെജീസും അതൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ നിർത്താതെ മത്സരിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. യമട്ടോയ്ക്കും സുന്ദരിക്കും വയലറ്റ് പെണ്ണിനും അവർക്ക് 3 പേർക്കും ഭയങ്കര സന്തോഷം. സോറോയും ലൂഫിയും അവർ രണ്ടുപേരും വേക്കപ്പ് ആയതറിഞ്ഞ് അവരങ്ങനെ ഓടി വന്ന് അവരുടെ ദേഹത്ത് പാഞ്ഞു കയറുകയാണ്. പക്ഷെ അവരാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഭക്ഷണത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ചെക്കന്മാർ ഉണർന്നതറിഞ്ഞ് ഒരുപാട് പേര് അവിടേക്ക് വന്ന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവരാണെങ്കിൽ അത് ഗവനിക്കില്ല. അടുത്ത നിമിഷം മൊമന്റോസ്കി ആണെങ്കിൽ ഇപ്പൊ അവിടേക്ക് വന്ന് പറയും, ഈ ഫുഡ് മുഴുവൻ തിന്ന് നിങ്ങൾ വയറ് നിറയ്ക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ വാനോ കിൻഡം വലിയൊരു വിരുന്ന് ഒരുക്കുന്നുണ്ട്, ഇതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവണമെന്ന് പറയും. പക്ഷെ സോറോയും ലൂഫിയും അതാരാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. അതിന് മൊമന്റോസ്കി, ഓ നോ, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാനാണ് നിങ്ങളുടെ ഫ്രണ്ട് ഓടന്റെ മകൻ സാക്ഷാൽ മൊമന്റോസ്കി. അത് കേൾക്കേണ്ട താമസം അവർ രണ്ടുപേരും ഷോക്കായി മൊമന്റോസ്കിയുടെ അടുത്തേക്ക് വരും. ഓ നോ, പൊടിപ്പയ്യനായിരുന്നു നീ ഒറ്റയടിക്ക് വളർന്ന് യോഗ്യനായി തീർന്നു. ഇത്രയും ഹൈറ്റും വെയിറ്റും ബോഡിയും ഞങ്ങൾക്കിത് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഇപ്പോൾ അവന്റെ ദേഹത്തൊക്കെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറോ ആണെങ്കിൽ അവനെ പഞ്ച് ചെയ്ത് നോക്കും. നീ ഓടന്റെ മകൻ തന്നെയാണോന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിർത്താതെ പഞ്ച് ചെയ്യാണ്. അതില് മെച്യൂരിറ്റി ഇല്ലാത്ത മൊമന്റോസ്കി അവൻ ചെറുപ്പത്തിൽ എന്ത് ചെയ്യുമോ അതുപോലെ തന്നെ പേടിച്ച് കരഞ്ഞ് ഇപ്പോ നാമിയുടെ പുറകിൽ വന്ന് ഒളിച്ചു നിൽക്കും. നാമിയാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കില്ല, അവളുടെ കൈ ചുരുട്ടി യമട്ടോയെ ആഞ്ഞൊരു പഞ്ച്. അതിൽ അവൻ അങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. ബ്രൂക്കിനും ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. വെൽക്കം ടു മെച്യൂർ മെൻ വേൾഡ്. ഇതാണ് മെച്യൂർ ആയിട്ടുള്ള ഒരു മെന്നിന്റെ അവസ്ഥ എന്ന് പറയും. അതിന് മൊമന്റോസ്കി ആണെങ്കിൽ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് നാമിയോട് പറയും, എന്റെ ശരീരം മാത്രമാണ് മെച്യൂർ ആയത്, എന്റെ മനസ്സിപ്പോഴും ആ പഴയ 8 വയസ്സുകാരൻ തന്നെയാണെന്ന് പറയും. ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും, നീ ഇപ്പോൾ വലിയ പുരുഷനായിരിക്കുകയാണ്, നിന്റെ അച്ഛനും അമ്മയും എത്രത്തോളം സ്ട്രോങ് ആയിരുന്നോ അത്രത്തോളം നീ ഇപ്പോൾ സ്ട്രോങ് ആയി. ഇതിനാവും പറയും, തീർച്ചയായിട്ടും ഞാനും ട്രെയിനിങ് എടുത്ത് സ്ട്രോങ് ആയി തീരും, എന്റെ പപ്പയെ പോലെ ഒരു നല്ല ഭരണാധികാരി. നാമിയാണെങ്കിൽ യമട്ടോട് പറയും, നിന്റെ ഉപവാസവും പ്രാർത്ഥനയും അതിനെ അവസാനിപ്പിക്കാം. സോറോയ്ക്കും ലൂഫിക്കും ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ആക്ച്വലി നമ്മുടെ യമട്ടോ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ പഴയതുപോലെ ഉഷാറായിട്ട് തിരികെ വരാനായിട്ട് ഭക്ഷണവും കുളിയും ഒക്കെ തന്നെ ബഹിഷ്കരിച്ചിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ സന്തോഷത്തിൽ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന കേക്കുകൾ അത് കഴിക്കാനായിട്ട് തുടങ്ങും. നാമിയാണെങ്കിൽ അവളെ ഒരു ജോയിന്റ് ബാത്തിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. കാരണം സോറോ അവൻ ഓക്കെ ആവുന്നത് വരെ വിശ്വസുന്ദരിയാണ് അവനോടൊപ്പം ഇരുന്ന് അവന് ട്രീറ്റ്മെന്റ് കൊടുത്തത്. ഉടനെ സാഞ്ചിയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോറോയുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് കുളിക്കുകയാണ്. ആഴ്ചകളും മാസങ്ങളും നീണ്ടുള്ള അവരുടെ പ്ലാനിങ്ങിനും ഫൈറ്റിനും ഒക്കെ ശേഷം ഇപ്പൊ വാനോ കിൻഡം തിരികെ പിടിച്ചു. ഇനി ഉത്സവത്തിന് വേണ്ടി പോകുന്ന ഫെസ്റ്റിവലിന് വേണ്ടി അവർ മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ട് തയ്യാറെടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ലോയുടെ ലൂഫിയുടെ യൂസ്റ്റസ് കിഡിന്റെ അവരുടെ 3 പേരുടെയും കപ്പല് ഇപ്പൊ പോർട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഫ്രാങ്കിയും ടീമും ചേർന്ന് 3 കപ്പലുകളുടെയും തകരാറ് അതൊന്നൊന്നായിട്ട് പരിഹരിക്കും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ ഒരു കാരണവശാലും സമാധാനത്തിൽ ശാന്തിയിലും ഇരിക്കാൻ പാടില്ല, എപ്പോഴും അലേർട്ട് ആയിരിക്കണം, ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തിരിയാം, ഇവിടേക്ക് ആരെങ്കിലും വന്ന് വീണ്ടും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. കാരണം വാനോ കിൻഡം അതിപ്പോ പതിയെ ബാക്ക് ടു നോർമൽ ആവുന്നതേ ഉള്ളൂ എന്ന് പറയും. ലോ ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, വാനോ കിൻഡം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഐലാൻഡ് ആണ്, പുറത്തെന്ത് നടക്കുന്നുവെന്ന് അകത്തുള്ളവർക്ക് അറിയില്ല, അതുപോലെ തന്നെ അകത്തെന്ത് നടക്കുന്നുവെന്ന് പുറത്തുള്ളവർക്കും അറിയില്ല. സോ അത്രയധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത നിമിഷം അപ്പോംസ് ആണെങ്കിൽ അവിടേക്ക് വന്ന് ന്യൂസ് പേപ്പർ അവർക്ക് കൊടുക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ബൗണ്ടി അതിപ്പോ കൂടിയിരിക്കുകയാണെന്ന് പറയും. കട്ട് ചെയ്താ ഇപ്പൊ വാനോക്കിന്റെ ലക്ഷ്യമാക്കി ആരോ ഫ്ലൈ ചെയ്ത് വരികയാണ്. ഓപ്പോസിറ്റ് സൈഡ് അക്കൈനോ ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് പോകുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനർത്ഥം അതൊരു നേവി ഓഫീസർ തന്നെയാണ്. അവനാണെങ്കിൽ അക്കൈനോട് പറയും, ഞാൻ ഓൾമോസ്റ്റ് വാനോ കിൻഡത്തിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ നേവിക്കാരനാണെങ്കിൽ വാനോ കിൻഡത്തിന്റെ അടുത്തേക്ക് എത്തുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.